അടുത്തകാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മ്യാൻമറിലും ബാങ്കോക്കിലും ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഏവരെയും സങ്കടത്തിലാക്കിയ പ്രധാന വാർത്തകളിലൊന്ന്. അതേസമയം വയനാട് ദുരന്തമുണ്ടായി 8 മാസം പിന്നിടുമ്പോൾ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടതും കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായി മാറി. നഗരമധ്യത്തിലെ അമ്പരച്ചുംബികൾ കുലുങ്ങിവിറച്ച് മിനിറ്റുകൾ കൊണ്ട് തകർന്നടിയുന്നു. അതിന്റെ പൊടിപടലങ്ങൾ കൂറ്റനൊരു മരക്കാറ്റുപോലെ തെരുവുകളെയും വാഹനങ്ങളെയും വിഴുങ്ങുന്നു. പരിഭ്രാന്തരായ ആളുകൾ നിലവിളിച്ചുകൊണ്ട് തെരുവുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ചിലർ കുട്ടികളെയും എടുത്ത് പൊടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനങ്ങളിൽ കയറുന്നു. മെട്രോ ട്രെയിനുകൾ ഇളകി വിറയ്ക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മ്യാൻമറിലെയും തായ്ലൻഡിലെയും ഭൂചലനത്തിന്റെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ഭൂചലനത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ്. അതേസമയം മ്യാൻമറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്ന് മ്യാൻമറിനെ അറിയിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ശക്തമായി കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായതോടെയാണ് യാത്രക്കാർ പരിഭ്രാന്തരായത്. സ്റ്റേഷന്റെ അടിഭാഗം ആടിയുലഞ്ഞതോടെ യാത്രക്കാരിൽ പലരും പുറത്തേക്കോടി. മ്യാൻമറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ 150-ലേറെ ആളുകൾ മരിച്ചു. മ്യാൻമറിൽ മാത്രം 144 പേർ മരിച്ചു. കെട്ടിടങ്ങൾ തകർന്നു വീണ് നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി ദൗത്യസംഘത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മ്യാൻമർ ഭരണകൂട മേധാവി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. 6 പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങി. ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:50 മധ്യ മ്യാൻമറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായത്. സാഗെങ് നഗരത്തിന് 16 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായും 10 കിലോമീറ്റർ താഴ്ചയിലുമാണ് പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഭൂചലനത്തിൽ മ്യാൻമറിലെ മാൻഡലയിലെ പ്രശസ്തമായ ആവപാലം തകർന്നു. ഒരു പള്ളി ഭാഗികമായി തകർന്നു. നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട്. ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥരോട് സജ്ജരായിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇന്നലെ രാത്രി മ്യാൻമറിൽ വീണ്ടും 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ നാശനഷ്ടങ്ങൾ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വയനാട് ദുരന്തമുണ്ടായി 8 മാസം പിന്നിടുമ്പോൾ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിലൊന്ന്. അതേസമയം വയനാട് പുനരധിവാസം ലോകത്തിനെ മാതൃകയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വീട് നിർമ്മാണം കൊണ്ട് മാത്രം പുനരധിവാസം അവസാനിക്കില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ വലിയൊരു ജീവകാരുണ്യ ദൗത്യമാണ് നാം ഫലവത്താക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കണം. കേരളം മാത്രമല്ല, രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ
ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായിട്ടില്ല, 8 മാസങ്ങളാവുന്നു. ഈ ഘട്ടത്തിൽ നാം പുനരധിവാസ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് താമസം വന്നതിൻ്റെ കാര്യങ്ങൾ നേരത്തെ ബഹുമാന്യനായ അധ്യക്ഷൻ റവന്യൂ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടൊരു കാര്യമുണ്ടായിരുന്നു. ദുരന്തമുഖത്ത് പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു. ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. കിട്ടിയത് വായ്പാ രൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ്. വായ്പയാകുമ്പോൾ തിരിച്ചടക്കേണ്ടതാണല്ലോ. കേന്ദ്ര സഹായത്തിൻ്റെ അഭാവത്തിലും നാം അഭൂതപൂർവമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോയി. എല്ലാവരും അതുമായി സഹകരിക്കാനും തയ്യാറായി. ഈ പദ്ധതി നാം ഏറ്റെടുത്തത് നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. വലിയ മഹാമാരികളിലൂടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട മഹാപ്രളയത്തിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെയുള്ള വേളയിലാണ് സ്വാഭാവികമായും ഈ ഘട്ടം ഉണ്ടാക്കുന്ന സാമ്പത്തിക ഞെരുക്കം അത് ആ സാമ്പത്തിക ഞെരുക്കം പോലും ബാധകമാവാത്ത നിലയിൽ നമുക്ക് ഈ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി. അതും മറ്റൊരു അപൂർവതയാണ്. സാധാരണ നിലക്ക് അസാധ്യമെന്ന് കരുതുന്ന, ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം എങ്ങനെയാണ് ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള ആർജവവും ധൈര്യവും നമുക്ക് ഉണ്ടായത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ജനസമൂഹത്തിൻ്റെ മനസാക്ഷിയിലെ മനുഷ്യത്വം ഇതെല്ലാം ഒത്തുചേർന്നാൽ, അതിനോടൊപ്പം സർക്കാരിനും നിൽക്കാനായാൽ അസാധ്യത്തെ സാധ്യമാക്കാം എന്നതാണ് സത്യം. നമുക്കിത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. എങ്ങനെയെന്ന ചോദ്യം സ്വയം ചോദിക്കാൻ സമയമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല. ഇച്ഛാശക്തി ഉണ്ടാവുക എന്താണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ അതിന് വഴിയുമുണ്ടായി. അതിൻ്റെ തെളിവാണ് ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ്. ഇത്തരമൊരു ആശയം വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും അതുമായി സഹകരിക്കാൻ തയ്യാറായി. രാഷ്ട്രീയ പാർട്ടികൾ,
വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം അതുമായി സഹകരിക്കാൻ തയ്യാറായി. നമ്മുടെ നാടിൻ്റെ മറ്റൊരപൂർവതയാണ് അത് കാണിക്കുന്നത്. ഈ കാര്യത്തിൽ അസാധാരണമായ പല ഇടപെടലുകളാണ് രക്ഷാപ്രവർത്തന ഘട്ടത്തിൽ നാം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീടുകൾ ഒരുങ്ങുന്നു. മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്നത്. പുനരധിവാസത്തിനായി 402 ഗുണഭോക്താക്കളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് മുഖ്യമന്ത്രി പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ഉദ്ഘാടന ചടങ്ങിൽ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഗുണഭോക്താക്കളും പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. എസ്റ്റേറ്റ് ഉടമകളും സർക്കാരും തമ്മിൽ വില സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നതിനാൽ കോടതി വിധി പ്രകാരം പ്രതീകാത്മകമായാണ് 64 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെയാണ് ഇന്ന് നമ്മൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ജൂലൈ 30 കാലം എത്ര പോയാലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു ദുരന്ത ദിവസത്തിന്റെ പേരായി മാറിക്കഴിഞ്ഞു. ജൂലൈ 30 ആ ദുരന്തമുണ്ടായത് മുതൽ നമ്മളെല്ലാവരും ഇവിടെയായിരുന്നു. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരു ദുരന്തമുണ്ടായാൽ മലയാള നാട് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്നും ഏതെല്ലാം വിധത്തിലാണ് അതിൻ്റെ ദുരന്ത നിവാരണ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നും എങ്ങനെയാണ് ആ ജനങ്ങളെ ചേർത്തു പിടിക്കുക എന്നും ഈ ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കാളിയാകാമെന്നും 8 മാസക്കാലം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടെ നിറഞ്ഞ വേദിയും സദസ്സും ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ലോകത്തു തന്നെ എവിടെയോ കാണാൻ കഴിയാത്ത പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഒരു ലോക മാതൃകയ്ക്ക്, കേരള മോഡലിന് പേരുകേട്ട കേരളം ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു ലോക മാതൃകയിലേക്ക് കടക്കുന്ന അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിറഞ്ഞ ദുഃഖത്തിനിടയിലും നാം ഈ വേദിയിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, 298 മനുഷ്യർ 8 മാസം മുമ്പ് വരെ നമ്മളോടൊത്ത് ജീവിക്കുകയും നമ്മളെപ്പോലെ കളിച്ചും ഉല്ലസിച്ചും ഭക്ഷണം കഴിച്ചും ജോലി ചെയ്തും നമുക്കിടയിലൂടെ നടക്കുകയും ചെയ്ത 298 മനുഷ്യർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകില്ല. അവർ സൃഷ്ടിച്ചത് വലിയ ദുഃഖമാണ്. അവരുടെ വേർപാട് മാറ്റാനാകാത്ത ഒരു വേദനയാണ്. ആ വേദന ഉയർത്തിപ്പിടിക്കുമ്പോഴും ആ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതൊഴിച്ചാൽ ചൂരൽമലയ്ക്ക് മുണ്ടക്കൈയും പുഞ്ചിരിമറ്റവും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കേരളം ഒരു മനസ്സായി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുള്ള ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നു, ഒരു ദുരന്തബാധിതനും ഈ മണ്ണിൽ ഒറ്റപ്പെടില്ല. വീട് വെച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർക്ക്, കൃഷി നഷ്ടപ്പെട്ടവർക്ക്, നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ട സ്കൂളുകൾ, പാലങ്ങൾ, പുതിയ നിർമ്മിതികളെല്ലാം ഉൾപ്പെടെ ഒരു പുതിയ നാട് സൃഷ്ടിക്കലാണ് നമ്മുടെ ചുമതല. സാധാരണ ദുരന്തമുണ്ടായാൽ പലരും ചോദിക്കുന്നത് പോലെ ദുരന്തത്തിന്റെ നേരത്തെയുള്ള മാതൃകകൾ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ എന്ന ചോദ്യം ഉണ്ടാകാം. എന്നാൽ കേരളം എന്തുകൊണ്ട് ടൗൺഷിപ്പ് എന്ന മുഖ്യമന്ത്രിയുടെ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു? വയനാട്ടിൽ, ചൂരൽമല ഉൾപ്പെടുന്ന വയനാട്ടിൽ പ്രത്യേകിച്ച് കേവലമായ നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കപ്പെടുന്ന മനുഷ്യർ ഒരു പുതിയ വീട് ഒരേ മണ്ണിൽ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാനാകില്ല. കാരണം വയനാടിന്റെ ഭൂമി പ്രത്യേകതകളുണ്ട്.
അധികവും എസ്റ്റേറ്റുകളാണ്. അതും ഭൂപരിഷ്കരണ നിയമത്തിന്റെ 81 അനുസരിച്ച് എക്സംഷൻ കിട്ടിയ എസ്റ്റേറ്റുകൾ. അവിടെ നിന്ന് മുറിച്ചു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ചാൽ അതിന് സ്ഥിരീകരണമോ സ്ഥാരീകരണമോ കൊടുക്കാൻ നമുക്കാകില്ല. ജന്മം കൊണ്ട ഭൂമികൾ അധികമില്ലാത്ത ഈ വയനാട് ജില്ലയിൽ അങ്ങനെ പണം കൊടുത്തു വിട്ടാൽ പലയിടങ്ങളിലായി കൃത്യതയോടെ അവർ പുനരധിവസിപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു ഉറപ്പാക്കാൻ പോലും സാധ്യമല്ലാത്ത ഭൂപ്രകൃതിയുള്ള വയനാട്ടിൽ അവിടെ മരണപ്പെട്ടവർ, അവരെ സാക്ഷി നിർത്തിയ അവിടുത്തെ ജനങ്ങൾ പുനരധിവാസത്തിന്റെ മാതൃകയെക്കുറിച്ച് അന്വേഷിച്ച ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ രേഖപ്പെടുത്തിയ അഭിപ്രായം, ഇനി ഞങ്ങളെ പലതായി പിരിക്കരുത്, ഞങ്ങൾക്ക് ഒരുമിച്ചു നിൽക്കണം, ഒരേ മണ്ണിൽ പഴയതുപോലെ ജീവിക്കണം, ബാക്കിയുള്ള ഞങ്ങൾ അധികം അകലെ പോകാതെ ഇവിടെ അടുത്തെവിടെയെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് കൂടാൻ ഒരു അവസരം ഉണ്ടാകണം. അവിടെയാണ് ആളുകളെ ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കുന്നതിന് പകരം ഒരു ടൗൺഷിപ്പിലേക്ക് കേവലം വീടുകൾ മാത്രമല്ല, റോഡുകൾ, മാർക്കറ്റുകൾ, അംഗനവാടികൾ, ലൈബ്രറികൾ, കളിക്കളങ്ങൾ എല്ലാം ഒത്തുചേർന്ന് ചൂരൽമലയിൽ മനുഷ്യൻ എന്തെല്ലാം നഷ്ടപ്പെടുവോ അതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു എസ്റ്റേറ്റിൽ, ആദ്യഘട്ടത്തിൽ എൽസ്റ്റോണിലെ എസ്റ്റേറ്റിൽ ലോകത്തിനു മാതൃകയായി ഈ ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നതോടെ നാം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നഷ്ടപ്പെട്ട ചൂരൽമലയെ നാം ഉപേക്ഷിക്കുകയല്ല. അവിടുത്തെ ഭൂമിയിൽ നമുക്ക് നേരത്തെ പെരളയിൽ കൃഷിയാണ് നാം നടത്തിയതെങ്കിൽ അവിടെ ആ ഭൂമിയിൽ നടത്താൻ പറ്റുന്ന കൃഷിയെക്കുറിച്ച് കാർഷിക സർവകലാശാല പഠനം നടത്തുന്നു. മൃഗസംരക്ഷണത്തിന്റെ സാധ്യതകൾ പഠിക്കുന്നു. നഷ്ടപ്പെട്ട പാലങ്ങളും റോഡുകളും പുനർനിർമ്മിക്കുന്നു. ഉണ്ണിമാഷും കുട്ടികളും പഠിച്ചും പഠിപ്പിച്ചും പാടിയും പോയ വെള്ളാർമലയിലെ സ്കൂൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട പലതും നാം തിരിച്ചു പിടിക്കുന്നു. അതിനെല്ലാമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ ചുമതലപ്പെടുത്തി നാം യാത്രയാവുകയാണ്. 1038 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മൈക്രോ പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു. രക്ഷകർത്താക്കളാൽ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ 21 കുട്ടികൾക്ക് 25 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചുമതല നാം ഏറ്റെടുക്കുന്നു. ചികിത്സയ്ക്കുള്ള തുടർ നടപടികൾ ചേരുന്നു. ഇതെല്ലാം കൂടിയതാണ് ചൂരൽമലയിലെ പുനരധിവാസ പ്രക്രിയ. ആ പ്രക്രിയയുടെ ഭാഗമായി ഈ ദുരന്തമുണ്ടായി 63ാമത്തെ ദിവസം എൽസ്റ്റോണിലും നെടുമ്പാലയിലുമുള്ള 2 എസ്റ്റേറ്റുകൾ, ഏറ്റവും സുരക്ഷിതമാണെന്ന് നാം കണ്ടെത്തിയ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത നടപടികൾ ഗവൺമെന്റ് ഉത്തരവായി ഒക്ടോബർ 4 തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വ്യവഹാരങ്ങളിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പകുതിയിലേറെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു. നിർഭാഗ്യവശാൽ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഡിസംബർ 27 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 4 ദിവസം കൊണ്ട് എല്ലാ നിലപാടുകളും എടുത്തു. നമുക്ക് വീട് പണിതു തരാമെന്ന് പ്രഖ്യാപിച്ച, ജനങ്ങളോട് സമ്മതിച്ച എല്ലാവരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു. ചെറിയ 2 മാസത്തിനുള്ളിൽ എല്ലാ വിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി പൂർണ്ണമായ ടൗൺഷിപ്പ് എന്ന പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന അഭിമാന നിമിഷത്തിൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. വീടുകൾക്ക് പുറമെ പൊതുസ്ഥാപനങ്ങൾക്ക് പ്രത്യേക കെട്ടിടങ്ങൾ, റോഡ്, അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവ ടൗൺഷിപ്പിൽ സജ്ജമാക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടൗൺഷിപ്പ് നിർമ്മാണം നടത്തുക. കിഫ്കോൺ കൺസൾട്ടന്റ് ഏജൻസിയായി പ്രവർത്തിക്കും. 1ാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറി. ടൗൺഷിപ്പിൽ വീടിനായി 175 പേരും 15 ലക്ഷം സാമ്പത്തിക സഹായത്തിന് 67 പേരുമാണ് സമ്മതപത്രം കൈമാറിയത്. 2A, 2B പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഏപ്രിൽ 3 വരെ സമ്മതപത്രം കൈമാറാം. ലഭിച്ച സമ്മതപത്രങ്ങളിൽ ഏപ്രിൽ 13-നകം വിവരശേഖരണം, സമാഹരണം എന്നിവ പൂർത്തീകരിച്ച് ഏപ്രിൽ 20-ന് അന്തിമ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. എന്നാൽ ടൗൺഷിപ്പിന്റെ കൂടെ കോൺഗ്രസിന്റെ വീടുമുണ്ടാകുമെന്നാണ് ആദ്യം പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. നമുക്കെല്ലാം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മഹാദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ആദ്യ ദിവസം തന്നെ എത്തിയവരാണ് ഞങ്ങളെല്ലാം. ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങളൊരു കാര്യം ചെയ്തു. സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നിരുപാധികമായ പിന്തുണയാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തത്.
ഓരോ ഘട്ടത്തിലും സർക്കാരിന് എവിടെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുന്നത് എന്നൊരു സൂക്ഷ്മ ദർശിനിയുമായി പുറകെ നടന്ന് ആ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാട്ടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും ഒരു സമയത്തും സ്വീകരിച്ചില്ല എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നാടിന്റെ ദുരന്തത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. നിയമസഭയിൽ ഞങ്ങൾ നാടിന്റെ MLA ആയ സിദ്ദിഖ് തന്നെ ഈ വിഷയം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഫോക്കസിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. നമുക്കൊരു കാലതാമസം വന്നു. ജൂലൈ 30 നടന്ന സംഭവമാണ്. 8ാം മാസത്തിലേക്ക് കടക്കുകയാണ്. കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഉണ്ടായി. 8 മാസമായി ഈ വാടക വീടുകളിൽ താമസിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. ഈ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സാ സഹായം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു. അത് കൃത്യമായി നടക്കുന്നില്ല. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടത്തണം, അത് കൃത്യമായി നടപ്പാകണം. കാരണം പരിക്ക് പറ്റിയ ആളുകൾ അവരുടെ കയ്യിൽ നിന്നോ കടം മേടിച്ചോ അല്ല ചികിത്സ നടത്തേണ്ടത്. അവർക്ക് നമ്മൾ ചികിത്സ നടത്തി കൊടുക്കണം, പൂർണ്ണമായി നമുക്ക് നടത്തി കൊടുക്കണം. ഫുഡ് കൂപ്പണുകൾ കൊടുക്കാനുള്ള തീരുമാനം കൃത്യമായി നടപ്പാക്കണം. എല്ലാവർക്കും വാടക കൊടുക്കണം നിരന്തരം. അതുപോലെ എല്ലാ ദിവസവും 300 രൂപ കൊടുക്കുക. കാരണം ഇതെല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് പോകാൻ പറ്റാത്തവർ, വീട്ടിലെ ഏണിംഗ് മെമ്പർ, വീട്ടിലെ വരുമാനം ഉണ്ടാക്കുന്ന ആളെ നഷ്ടപ്പെട്ടവർ അല്ലേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ മുഴുവൻ മാത്രമായി മക്കളും എല്ലാവരും പോയി. അവസാനം പ്രായമായവർ, ജോലി ചെയ്ത് ജീവിച്ച് വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുൻപാകെ. ഒന്ന്, കമ്മ്യൂണിറ്റി ലൈഫ്. ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെ ഒരു പുതിയ മാതൃകയെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് ഞങ്ങൾ അന്ന് അഭ്യർത്ഥിച്ചു. അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. രണ്ടാമത്, ഓരോ കുടുംബത്തിന്റെയും വിഷയം ഓരോന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏണിംഗ് മെമ്പർ ഇല്ല, വരുമാനം ഉണ്ടാക്കാവുന്ന ആളില്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തമാണ് പ്രധാനം, വേറെ ഒരു നിവർത്തിയുമില്ല. അപ്പോൾ ഓരോ വീടിനുമുള്ള മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. നമുക്ക് ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായി. നമ്മൾ ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൊക്കെ നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി. ഇനിയുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ കാലതാമസം ഒന്നും ഉണ്ടാകാതെ സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാവും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി എല്ലാ വീടുകൾ നൽകിയ ആളുകളുടെ എല്ലാവരുടെയും പറഞ്ഞു. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. അതോടൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് ശ്രീ സിദ്ധരാമയ്യ, ബഹുമാന്യനായ കർണാടക മുഖ്യമന്ത്രി 100 വീടുകൾ വാഗ്ദാനം ചെയ്തതിന്റെ 20 കോടി രൂപ അദ്ദേഹം അയക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ബാക്കിയുള്ള എല്ലാവരും വാഗ്ദാനം ചെയ്ത ആളുകൾ അതനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ഈ പാവങ്ങൾ എങ്ങനെയാണ് ആ വീടുകളിൽ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. അളക്കാൻ കഴിയാത്ത ദുരന്തമാണുണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ഒരു വശത്ത് ദുരന്തമുണ്ടായപ്പോൾ മറുവശത്ത് ഒരുമയാണുണ്ടായത്. നമ്മുടെ കൂടെ ഇല്ലാതായവരെ ഓർക്കാനുള്ള ചടങ്ങ് കൂടിയാണിതെന്നും ടൗൺഷിപ്പ് ഒരുമയുടെ വലിയ ചുവടുവെപ്പാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സമയബന്ധിതമായി ടൗൺഷിപ്പ് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത സ്ഥലം സന്ദർശിച്ചിട്ടും ഒന്നും ചെയ്തില്ല എന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. In Churalmala and Mundakai, 2 things come to mind. ഈ ചൂരൽമലയിലും മുണ്ടകയിലെയും ദുരന്തബാധിതരെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരിക. The first is the sheer sense of loss, the devastation
that all of us saw when we came here soon after the tragedy struck. ഒന്ന്, നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിന്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തത്. The immeasurable losses that you suffered. നമുക്ക് അളക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. And the second, which was equally apparent at that time of great suffering and pain, was the way, the dignity and the strength with which you helped each other, with which you came out, no matter what your situation was, no matter which party you belong to, which religion you belong to, which caste you belong to, what your financial situation was, how you all stood together in the face of that tragedy. രണ്ടാമത്തത്, ആ തീരാ ദുഃഖത്തിന്റെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചു നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ്. നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും, പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ലാതെ, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്ന് വ്യത്യാസമില്ലാതെ, മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം. So on one side was the destruction and devastation that you saw, and on the other side was the strength and the greatness of the human spirit. അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിന്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തിയായിരുന്നെങ്കിൽ മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിന്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത്. And so today, as this township is being inaugurated, it is a solemn occasion for all of us. അതുകൊണ്ട് ഇന്ന് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങായി ഇത് മാറുകയാണ്. It is an occasion to remember all those who are no longer here with us. ഈ അവസരം, ഈ ചടങ്ങ് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാതെയായി മാറിയ ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.